നൈസ് നിങ്ങാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, LSS കൂട്ടുകാർക്കായി നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗണിത വിഭാഗത്തിലെ ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാനിവിടെ അവലോകനത്തിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. LSS മാതൃകാ പരീക്ഷ ഫെബ്രുവരി 2024, പേപ്പർ 2, പാർട്ട് ബി, ഗണിതശാസ്ത്രം. ആകെ സ്കോർ 20. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. 13 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് ഗണിതശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനു നേരെയും സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കല്ല, ഓരോ ചോദ്യത്തിനും വ്യത്യസ്ത മാർക്കുകളാണ്. അത് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ ചോദ്യം: 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തെ നേർപകുതിയാക്കിയാൽ കിട്ടുന്ന ചതുരങ്ങളിൽ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തെ നേർപകുതിയാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ചതുരങ്ങളിൽ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ആൻസർ എത്രയാണ്? 24 സെന്റിമീറ്റർ അല്ലേ? നോക്കൂ, രണ്ട് വശം 8 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെയോ അടുത്ത രണ്ട് വശം 4 സെന്റിമീറ്റർ വീതം. കാര്യം 8 സെന്റിമീറ്റർ നീളമുള്ള ഓരോ വശവും 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടാക്കിയത്. രണ്ടാക്കുമ്പോൾ സമചതുരം എന്തായിട്ട് മാറും? ദീർഘചതുരമായിട്ട് മാറും അല്ലേ? അതിൽ നീളം തുല്യമായിരിക്കും. നീളം 8 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്റർ വെച്ചോ. അപ്പോൾ 8 + 8 + 4 + 4 എത്ര? 24 സെന്റിമീറ്റർ. ക്ലിയർ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ചുറ്റളവ് കിട്ടും. ഇപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്താലും മതി, ചുറ്റുമുള്ള അളവുകളെ തമ്മിൽ കൂട്ടിയാലും മതി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. താഴെ തന്നിരിക്കുന്ന രൂപങ്ങളിൽ എത്ര ചതുരങ്ങളുണ്ട്? സമചതുരമെന്നോ ദീർഘചതുരമെന്നോ പറഞ്ഞിട്ടില്ല. ചതുരങ്ങൾ എത്ര എന്ന് മാത്രമാണ് ചോദ്യം. എത്ര എണ്ണമാണ്? 9. എത്ര ചതുരമുണ്ട്? 9. അടുത്ത ചോദ്യം: ഒരു വരിയിൽ 40 സെന്റിമീറ്റർ അകലത്തിൽ 11 ചെടികൾ നടുന്നു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? അപ്പോൾ 10 ചെടികളാണ് ഇടയ്ക്കുള്ളത് അല്ലേ? ഓരോ ചെടികളും തമ്മിലുള്ള അകലം എത്രയാണ്? 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്രയാണ്? 40 × 10 400 സെന്റിമീറ്റർ അല്ലേ? 400 സെന്റിമീറ്റർ. അടുത്തത്: ഒരു ലക്ഷത്തിൽ എത്ര ആയിരങ്ങളുണ്ട്? ഒരു ലക്ഷത്തിൽ എത്ര ആയിരം? 100 ആയിരങ്ങൾ ചേർന്നതാണ് 1 ലക്ഷം അല്ലേ? 100 ആയിരമാണ് 1 ലക്ഷം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത്. അടുത്തത്: റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 49 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? എല്ല് എത്രയാണ് സൂചിപ്പിക്കുന്നത്? 50-നാണ് എല്ല് സൂചിപ്പിക്കുന്നത്. എല്ലിന് മുൻപ് എക്സ് ഇടുമ്പോൾ എക്സ് 10-നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലിന് മുൻപ് 10 എഴുതുമ്പോൾ 50-ൽ നിന്ന് 10 കുറയ്ക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ 50-ൽ നിന്ന് 10 കുറച്ചാൽ 40. പിന്നെ 1 എക്സും ഇടുന്നത് 9 എന്നാണ്. അപ്പോൾ 49. റോമൻ നമ്പേഴ്സ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6 AM മുതൽ 10 PM വരെ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിലെ ആകെ പ്രവർത്തന സമയം എത്ര മണിക്കൂർ? AM ഉം PM ഉം അറിയാലോ. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് AM ഉം 12 മണിക്ക് ശേഷം PM ഉമാണ്. അപ്പോൾ നോക്കാം, 6 മണി മുതൽ 10 PM വരെ. 10 PM എന്ന് പറയുമ്പോൾ രാത്രിയിലത്തെ 10 മണിയാണ് അല്ലേ? നോക്കാം, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര മണിക്കൂർ? 16 മണിക്കൂർ. എത്ര മണിക്കൂർ? 16 മണിക്കൂർ. സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമാണ് അല്ലേ? രാവിലത്തെ 10 മണിയെന്ന് ആരും കണക്ക് കൂട്ടരുത്. അങ്ങനെ കണക്ക് കൂട്ടുന്ന കൂട്ടുകാർ എത്ര എഴുതുന്നത്? 7, 8, 9, 10. 4 മണിക്കൂർ എന്ന് എഴുതും. അത് തെറ്റാണ്. 10 AM അല്ല നമുക്ക് തന്നിരിക്കുന്നത്, 10 PM ആണ് അല്ലേ? രാത്രിയിലത്തെ സമയമാണ്. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൂട്ടണം. അപ്പോൾ എത്ര മണിക്കൂർ കിട്ടും? 16 മണിക്കൂർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം:
ജനുവരി മാസം 29 തിങ്കളാണെങ്കിൽ ഈ മാസം എത്ര ഞായറാഴ്ചകൾ ഉണ്ട്? നോക്കൂ, ജനുവരി മാസം 29 തിങ്കളാണെങ്കിൽ ഈ മാസം എത്ര ഞായറാഴ്ചകളുണ്ട്? 29 തിങ്കളാണെങ്കിൽ 28 എന്തായിരിക്കും? 28 ഞായറായിരിക്കും അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് 29, 30, 31, ജനുവരിയിൽ 31 ദിവസം മാത്രമാണുള്ളത് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് 28. അപ്പോൾ 28-ൽ നിന്ന് 7 വീതം കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4 ഞായറാഴ്ചകളാണുള്ളത് അല്ലേ? 28-ാം തീയതി സൺഡേ ആണ്, 21 സൺഡേ ആണ്, 14 സൺഡേ ആണ്, 7 സൺഡേ ആണ്. അങ്ങനെ ആകെ 4 ഞായറാഴ്ചകൾ. 7, 14, 21, 28. ക്ലിയർ? അടുത്ത ചോദ്യം 6710, 6820, 6930. ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? നോക്കൂ, ഇവിടുത്തെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 110 അല്ലേ? 6710-നോടൊപ്പം 110 കൂട്ടുമ്പോഴാണ് 6820 കിട്ടുന്നത്. 6820-നോടൊപ്പം 110 കൂട്ടുമ്പോൾ 6930 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 6930-നോടൊപ്പം 110 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 7040. 7040. ഓക്കെ. അടുത്ത ചോദ്യം 16, 8, 4, ഡാഷ് ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഇപ്പം നോക്കി 4, 8, 16 അങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ? ഇരട്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ 4ൻ്റെ പകുതി എത്രയാ? 2. 2ൻ്റെ പകുതി 1. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ ഏതാ വരുന്നത്? 1, 2. 1 1 2, 2 2 4, 4 4 8, 8 8 16. ക്ലിയർ ആയോ? അതിനുശേഷം ഒരു ഡാഷും കൂടി ഉണ്ടെങ്കിൽ അര വന്നനെ അല്ലേ? അരയും 1, 1 1 2, 2 2 4, 4 4 8, 8 8 16, 16 16 32, 64 അങ്ങനെ പോകും അല്ലേ? 32 32 64 ഇങ്ങനെ പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1 2 3 4 = ഡാഷ്. ഇപ്പോൾ ഇതെന്താ ചെയ്യണ്ടേ? ഓരോന്നിൽ എത്ര ഒന്നുകൾ വീതമുണ്ടെന്ന് എഴുതിയാൽ മാത്രം മതി. അല്ലാതെ ആ ഒന്നുകളെ മുഴുവൻ കൂട്ടി എഴുതരുത്. ഓക്കെ. ഇപ്പോൾ ആദ്യത്തേൽ 1 1, രണ്ടാമത്തേൽ 2 ഒന്നുകൾ 2, അടുത്തതിൽ 3 ഒന്നുകൾ 3, അതിനടുത്തതിൽ 4 ഒന്നുകൾ 4. അപ്പോൾ സംഖ്യ നമുക്ക് എത്ര കിട്ടും? 1234. 1234 എന്ന് കിട്ടും. അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ചിത്രം കണ്ടല്ലോ. ഇത് 2024 ജനുവരി മാസത്തെ കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ്. കലണ്ടർ പൂർത്തിയാക്കുക. കലണ്ടർ പൂർത്തിയാക്കാൻ പറ്റില്ലേ? ജനുവരിയിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 31 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് കലണ്ടർ പൂർത്തിയാക്കാമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ജിതിൻ കടയിൽ പോയി നനഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരം അച്ഛൻ കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് ചോദിച്ചു. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ബില്ല് എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ ചില അക്കങ്ങൾ മാഞ്ഞുപോയി. ബില്ലിലെ സംഖ്യ പൂർത്തീകരിക്കൂ. മാവേലി സ്റ്റോർ 21/1/2024. ഇനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയത്? അരി, പഞ്ചസാര, ഉഴുന്ന്, പയർ, ശർക്കര, വെളിച്ചെണ്ണ. 48 രൂപ ആണ് 1 കിലോ അരിയുടെ വില. 10 കിലോ വാങ്ങി 480 രൂപ അല്ലേ? 48 ഗുണം 10 480. പഞ്ചസാര തുക എത്രയാണെന്ന് അറിയാൻ വയ്യ. 2 കിലോ വാങ്ങി എത്ര രൂപ? 90 രൂപ. അങ്ങനെയാണെങ്കിൽ നിരക്ക് എത്രയായിരിക്കും? അളവും തുകയും തന്നിട്ടുണ്ട്. നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? തുകയെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 90-നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 45. പഞ്ചസാരയുടെ നിരക്ക് എത്രയാണ്? 45 രൂപ. ക്ലിയർ? ഇനി ഉഴുന്ന് 140 രൂപ. 1/2 കിലോയാണ് വാങ്ങിയത്. 1/2 കിലോ എന്ന് പറയുമ്പോൾ പകുതി. 1 കിലോയ്ക്ക് 140 ആണെങ്കിൽ 1/2 കിലോയ്ക്ക് എത്ര?
140ൻ്റെ പകുതി എടുത്താൽ മതി. പകുതി എന്ന് പറയുമ്പോൾ 140നെ 2 കൊണ്ട് ഭാഗിച്ചാൽ മതി അല്ലേ? അപ്പോൾ 70 രൂപ. 70. ഓക്കെ. അടുത്ത ശർക്കര എത്ര രൂപയാണെന്നറിയില്ല. 2 കിലോ വാങ്ങി 180 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ ശർക്കരയുടെ നിരക്ക് എത്രയായിരിക്കും? 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 90 എന്ന് കിട്ടും. 90 എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് വെളിച്ചെണ്ണ 180 രൂപയാണ്. 2 കിലോ വെളിച്ചെണ്ണ വാങ്ങി എങ്കിൽ എത്ര രൂപ കൊടുക്കണം? 180 ഗുണം 2 360. 180 ഗുണം 2. 1 കിലോ വെളിച്ചെണ്ണ 180 രൂപ. 2 കിലോ വെളിച്ചെണ്ണ വാങ്ങി. അപ്പോൾ 180 ഗുണം 2 360. 360. ഓക്കെ. കൂട്ടുകാരെ നോക്കിക്കേ, ഇതിന് 4മത്തെ നമ്മൾ വിട്ടു. ചെറുപയർ 120 രൂപയാണ്. എത്രയാ തുക? 90 രൂപയാണ് തുക. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? 120നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര? 3/4 കിലോ. 4ൽ 3 3/4 കിലോ അല്ലേ? 750 ഗ്രാം. 4ൽ 3. ഓക്കെ, ക്ലിയർ അല്ലേ കൂട്ടുകാരെ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.